പ്രൈം ടൈം ന്യൂസിൽ വിശദമായ വാർത്തകൾ നോക്കാം. ഖനന അഴിമതി കേസിൽ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ ഇഡി ചോദ്യം ചെയ്യാനിരിക്കെ ജെഎംഎം നിയമസഭാ കക്ഷിയോഗം അവസാനിച്ചു. ഹേമന്ത് സോറനെ ഇഡി അറസ്റ്റ് ചെയ്താൽ ഭാര്യ കൽപ്പന സോറൻ മുഖ്യമന്ത്രിയായേക്കും. ഹേമന്ത് സോറൻ നാളെ ഇഡിക്ക് മുന്നിൽ ഹാജരാകുമെന്ന് ജെഎംഎം എംപി മഹുവ മാജി പറഞ്ഞു. वो पूरे कॉन्फिडेंस के साथ उन्होंने बात की और कहा कि ऐसा कोई डर नहीं है, मैं आ गया हूं और कल ईडी का सामना भी वो करेंगे। और पहले भी ईडी ने उनसे लंबी पूछताछ की है, 7 घंटे की पूछताछ की है, कभी 8-9 घंटे की है, इस बार भी करेंगे। और पिछली बार उन्होंने खुद ही कहा था कि 18 सवालों को पूछा गया है और बहुत सारे सवाल ईडी के लिस्ट में था जो शायद कल पूछा जाएगा, आगे पूछा जाएगा, ऐसा उन्होंने पहले ही कहा था। तो इसी सिलसिले में ये है कल की पूछताछ और हम लोग आश्वस्त हैं कि ऐसा कुछ नहीं होने वाला है। सरकार अपना कार्यकाल पूरा करेगी और आने वाले चुनाव में भी दमखम के साथ लड़ेगी। ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അച്യുതൻ, നാളെ ഇഡിക്ക് മുന്നിൽ ഹേമന്ത് സോറൻ ഹാജരാകും. അതോടൊപ്പം തന്നെ ഇന്ന് ചേർന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ നിർണായകമായ തീരുമാനങ്ങൾ പാർട്ടി എടുത്തിട്ടുണ്ടോ? എന്താണ് ഇത് സംബന്ധിച്ച് പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന? പ്രവിധ, ഈ ഖനന അഴിമതി കേസിൽ ഇഡി നടപടി കടുപ്പിച്ച സാഹചര്യത്തിലാണ് വലിയ രാഷ്ട്രീയ നീക്കങ്ങൾ ജെഎംഎം പാർട്ടിയുടെ നേതൃത്വത്തിൽ തന്നെ ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഇന്ന് നിയമസഭാ കക്ഷിയോഗം 7 മണിയോടുകൂടി ചേർന്നത്. അതിനുശേഷം ഈ മന്ത്രിസഭാംഗങ്ങളെ വിളിച്ചു ചേർത്ത ഒരു യോഗവും മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ നടത്തിയിരുന്നു. പ്രധാനമായും ഈ ഇഡിയുടെ നീക്കം തന്നെയാണ് ചർച്ചയായത്. ഒരുപക്ഷെ അറസ്റ്റ് പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് ഹേമന്ത് സോറന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. പിന്തുടർന്നുള്ള ഒരു നീക്കമാണ് ഇഡിയുടെ ഭാഗത്തു നിന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. കാരണം ഡൽഹിയിലെത്തിയ ഹേമന്ത് സോറനെ തേടി ഇഡി സംഘം ഡൽഹിയിലെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തിയിരുന്നു. എന്നാൽ അദ്ദേഹത്തെ കാണുവാൻ കഴിഞ്ഞില്ല. തിരിച്ച് അദ്ദേഹത്തെ എയർപോർട്ടിൽ പ്രതീക്ഷിച്ച ഇഡിയെ അദ്ദേഹം മറികടന്നുകൊണ്ട് റോഡ് മാർഗമായിരുന്നു തിരിച്ച് റാഞ്ചിയിലേക്ക് അദ്ദേഹം എത്തിയത്. എന്നാൽ റാഞ്ചിയിലെ വസതിയിൽ ഇന്നലെ രാത്രി ഇഡി സംഘം എത്തി ഇദ്ദേഹത്തിനായി അവിടെ ചെലവഴിച്ചുവെങ്കിലും ആ സമയത്തും ഈ ഹേമന്ത് സോറനെ അവർക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. എന്തായാലും നടപടികൾ കടുപ്പിക്കുകയാണ്. അതിനിടയിലാണ് നാളെ ഹാജരാകുക എന്നുള്ള സന്നദ്ധത ഹേമന്ത് സോറൻ അറിയിച്ചിരിക്കുന്നത്. അറസ്റ്റ് പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം തന്നെയാണ് ഹേമന്ത് സോറൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിലേക്ക് കടന്നാൽ കൽപ്പന സോറനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരുവാനുള്ള അടിയറ നീക്കങ്ങൾ കൂടി ഇതിന്റെ ഭാഗമായി പുരോഗമിക്കുന്നുണ്ട്. എന്തായാലും പാർട്ടി അടക്കം ആരോപിക്കുന്നത് ഈ ബിജെപിയുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഇഡി പ്രവർത്തിക്കുന്നു എന്നുള്ള ആരോപണമാണ് ഉന്നയിക്കുന്നത്. ഹേമന്ത് സോറൻ നിരപരാധിയാണെന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അത്തരം സംഭവ വികാസങ്ങൾ കൂടി സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്. അതിനിടയിലാണ് നാളെ ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. ഖനന അഴിമതി കേസിൽ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ ഇഡി ചോദ്യം ചെയ്യാനിരിക്കെ ജെഎംഎം നിയമസഭാ കക്ഷി യോഗം അവസാനിച്ചിരിക്കുകയാണ്. നിർണായകമായ ചില തീരുമാനങ്ങൾ യോഗത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് ആർ അച്യുതൻ റിപ്പോർട്ട് ചെയ്യുന്നത്. കൊച്ചിയിൽ ഗവർണർക്ക് നേരെ SFIയുടെ കരിങ്കൊടി പ്രതിഷേധം. സംഖ്യ ഗവർണർ ഗോ ബാക്ക് എന്ന ബാനർ ഉയർത്തി പ്രതിഷേധിച്ച SFI പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. നെടുമ്പാശ്ശേരിയിൽ വിമാനമിറങ്ങിയ ഗവർണറുടെ യാത്ര Z+ കാറ്റഗറി സുരക്ഷയോടെയായിരുന്നു. വാഹനത്തിനുള്ളിൽ CRPF ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. ഇതിനു പുറമെ വാഹനവ്യൂഹത്തിന് മുന്നിലും പിന്നിലുമായി CRPF വാഹനങ്ങളും സുരക്ഷയൊരുക്കി. സുരക്ഷ വർദ്ധിപ്പിച്ച ശേഷമുള്ള ആദ്യ യാത്രയായിരുന്നു ഇന്നത്തേത്. ഗവർണർ പദവിയിലിരിക്കാൻ ആരിഫ് മുഹമ്മദ് ഖാൻ യോഗ്യനല്ലെന്ന് CPIM കേന്ദ്ര കമ്മിറ്റിയിൽ വിമർശനം. രാജ്ഭവനിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതുകൊണ്ടാണോ ഗവർണർ റോഡിൽ പോയിരുന്നതെന്ന് സീതാറാം യെച്ചൂരി പരിഹസിച്ചു. ഗവർണറെ തിരിച്ചുവിളിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണെന്നും യെച്ചൂരി പറഞ്ഞു. അതേസമയം ഗവർണറുടെ CRPF സുരക്ഷാ ക്രമീകരണത്തിൽ അന്തിമ ധാരണയായി. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടികളെ രൂക്ഷമായി വിമർശിച്ച് CPIM കേന്ദ്ര കമ്മിറ്റി. ഗവർണർ പദവിയിലിരിക്കാൻ ആരിഫ് മുഹമ്മദ് ഖാൻ യോഗ്യനല്ലെന്ന് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കുറ്റപ്പെടുത്തി. Present governor of Kerala is unfit for his post. Now he has been overstepping the boundaries of constantly and regular political attacks against the government targeting the chief minister. സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ ഗവർണർ രാഷ്ട്രീയ പ്രേരിതമായ അതിക്രമത്തിന് മുതിരുന്നു. ഗവർണറുടെ നയങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല. വിദ്യാർത്ഥികൾ സമാധാനപരമായും ജനാധിപത്യപരമായുമാണ് പ്രതിഷേധിച്ചതെന്ന് പറഞ്ഞ യെച്ചൂരി ഗവർണർ നടുറോഡിൽ കുത്തിയിരുന്നതിനെ പരിഹസിച്ചു. ഗവർണറെ തിരിച്ചു വിളിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണെന്നും സീതാറാം യെച്ചൂരി. The governor is sitting on the road. I was about to ask whether the Raj Bhavan was being renovated, so I tried to find some place to stay somewhere. സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ ഗവർണർ രാഷ്ട്രീയ പ്രേരിതമായ അതിക്രമത്തിന് മുതിരുന്നു. ഗവർണറുടെ നയങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല.
വിദ്യാർത്ഥികൾ സമാധാനപരമായും ജനാധിപത്യപരമായും അതേസമയം ഗവർണറുടെ CRPF സുരക്ഷാ ക്രമീകരണത്തിൽ അന്തിമ ധാരണയായി. ഗവർണറുടെ വ്യക്തിഗത സുരക്ഷ CRPF നിർവഹിക്കും. രാജ്ഭവന്റെ അകത്തും CRPF സുരക്ഷയൊരുക്കും. പ്രവേശന കവാടത്തിൽ പോലീസിനായിരിക്കും സുരക്ഷാ ചുമതല. സംസ്ഥാന പോലീസാകും യാത്രാ റൂട്ട് തീരുമാനിക്കുക. വാഹന വ്യൂഹത്തിൽ CRPF സാന്നിധ്യവും ഉറപ്പാക്കും. 24 തിരുവനന്തപുരം. ഛത്തീസ്ഗഡിൽ CRPFന് നേരെയുണ്ടായ മാവോയിസ്റ്റ് ആക്രമണത്തിൽ തിരിച്ചടിച്ച സൈന്യം 6 മാവോയിസ്റ്റുകളെ വധിച്ചതായി ബസ്തർ IGP സുന്ദർരാജ് പറഞ്ഞു. മാവോയിസ്റ്റ് ആക്രമണത്തിൽ 3 CRPF ജവാന്മാർ വീരമൃത്യു വരിച്ചിരുന്നു. അച്യുതൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും. അച്യുതൻ, നിലവിലെ സാഹചര്യം എന്താണ്? ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് ആക്രമണം CRPF ജവാന്മാർക്ക് നേരെ ഉണ്ടായത്. ഈ ആക്രമണത്തിൽ 3 CRPF ജവാന്മാർ വീരമൃത്യു വരിച്ചു. തുടർന്ന് സൈന്യം തിരിച്ചടിക്കുകയാണ് ഉണ്ടായത്. മേഖലയിലടക്കം വലിയ രീതിയിലുള്ള ഒരു തെരച്ചിൽ നടത്തിയായിരുന്നു സൈന്യം ഇതിനായിട്ടുള്ള സൈനിക നടപടികൾ ഏർപ്പെടുത്തിയത്. ഏറ്റുമുട്ടലിൽ 6 മാവോയിസ്റ്റുകളെയാണ് സേന ഇതുവരെ വധിച്ചത്. മേഖലയിൽ ഇപ്പോഴും സൈന്യത്തിന്റെ നടപടി പുരോഗമിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ 14 സൈനികരെ ഹെലികോപ്റ്റർ മാർഗം റായ്പൂരിലെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. ഈ ജവാന്മാർക്ക് ഗുരുതര പരിക്കുകളില്ല എന്നതാണ് ബസ്തർ IG അറിയിച്ചിരിക്കുന്നത്. ഈ ബിജാപൂർ സുക്മ അതിർത്തിയോട് ചേർന്ന ഗ്രാമത്തിലാണ് ഈ മാവോയിസ്റ്റായുള്ള തെരച്ചിലിനിടെ ഇത്തരമൊരു ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നത്. അപ്രതീക്ഷിതമായ ഒരു ആക്രമണമാണ് CRPF ജവാന്മാർക്ക് നേരെ ഉണ്ടായത്. ഈ കഴിഞ്ഞ കാലത്തും ഇത്തരമൊരു ആക്രമണം CRPF ജവാന്മാരെ ലക്ഷ്യം വെച്ച് നടന്നിരുന്നു. അന്ന് IED സ്ഥാപിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ പെട്രോളിങ്ങിനെത്തിയ സംഘം ഈ IED തിരിച്ചറിയുകയും അത് നിർവീര്യമാക്കുന്ന നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്തും CRPF ജവാന്മാർക്ക് നേരെ ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ CRPF ജവാന്മാരെ ലക്ഷ്യം വെച്ചുള്ള മാവോയിസ്റ്റ് ആക്രമണം നടക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് ഛത്തീസ്ഗഡ്. എന്തായാലും നിലവിൽ ഇപ്പോൾ കരുതലെടുത്തുകൊണ്ടുള്ള ഒരു നടപടികളിലേക്ക് കൂടി സൈന്യം കടന്നിട്ടുണ്ട്. പ്രവിത. ശരി, അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. ദയാവധത്തിന് അനുമതി തേടിയ കരുവന്നൂർ സഹകരണ ബാങ്കിലെ നിക്ഷേപകൻ ജോഷിക്ക് നിക്ഷേപിച്ച തുകയും പലിശയും ഉൾപ്പെടെ 28 ലക്ഷം രൂപയുടെ ചെക്ക് ബാങ്ക് കൈമാറി. കുടുംബാംഗങ്ങളുടെ പേരിലുള്ള തുക 3 മാസത്തിനുള്ളിൽ നൽകുമെന്നും ബാങ്ക് ഉറപ്പു നൽകി. പണം തിരിച്ചു കിട്ടാത്തതിൽ പ്രതിഷേധിച്ച് ബാങ്കിന് മുന്നിൽ ജോഷി കുത്തിയിരിപ്പ് സമരം നടത്തിയിരുന്നു. കരുവന്നൂർ സഹകരണ ബാങ്ക് സിഇഒയും അഡ്മിനിസ്ട്രേറ്ററുമായി നടത്തിയ 3.5 മണിക്കൂർ നീണ്ട ചർച്ചയ്ക്കൊടുവിലാണ് മാപ്രാണം സ്വദേശിയായ ജോഷിക്ക് താൽക്കാലിക ആശ്വാസം കിട്ടിയത്. ജോഷിയുടെ പേരിൽ ബാങ്കിലുണ്ടായിരുന്ന പണവും പലിശയുമടക്കം 28 ലക്ഷം രൂപയുടെ ചെക്കാണ് കൈമാറിയത്. ജോഷിയുടെ കുടുംബാംഗങ്ങളുടെ പേരിലുള്ള തുക 3 മാസത്തിനുള്ളിൽ നൽകുമെന്നും ബാങ്ക് ഉറപ്പ് നൽകി. എന്നാൽ ഉറപ്പ് രേഖാമൂലം എഴുതി നൽകണമെന്ന് ജോഷി ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ നാളെ നിലപാടറിയിക്കാമെന്ന ബാങ്കിന്റെ ഉറപ്പിലാണ് കുത്തിയിരിപ്പ് സമരം അവസാനിപ്പിച്ചത്. നാളെ രേഖാമൂലം എഴുതി തരണമെന്നാണ് ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. എൻ്റെ പേരിലുള്ളത് മാത്രം തന്നിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ നാളെ തീരുമാനമാക്കിയിട്ട് എഴുതി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളത് ഇതിപ്പം 28 അല്ലേ, ബാക്കി ഏകദേശം ഒരു 60 ലക്ഷം രൂപ അറൗണ്ട് ഉണ്ടാവും. അതിന് താഴെ പലിശ അടക്കം. 2 ആഴ്ച മുൻപാണ് ദയാവധത്തിന് അനുമതി തേടി മാപ്രാണം സ്വദേശിയായ ജോഷി മുഖ്യമന്ത്രിക്കും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും കത്തയച്ചത്. ജനുവരി 30-നുള്ളിൽ ദയാവധത്തിന് അനുമതി നൽകണമെന്നായിരുന്നു ആവശ്യം. കത്ത് വിവാദമായതോടെ സഹകരണ മന്ത്രി VN വാസവൻ ഇടപെട്ടു. ജോഷിയുടെയും കുടുംബാംഗങ്ങളുടെയും പേരിലുള്ള നിക്ഷേപമായ 75 ലക്ഷം രൂപയും പലിശയും മുഴുവനും മടക്കി നൽകുമെന്ന് ഉറപ്പ് നൽകി. പക്ഷേ പണം നൽകാമെന്ന് പറഞ്ഞ തീയതി കഴിഞ്ഞിട്ടും പണം തിരിച്ചു കിട്ടാത്തതിൽ പ്രതിഷേധിച്ചാണ് കരുവന്നൂർ സഹകരണ ബാങ്കിന്റെ മാപ്രാണം ശാഖയ്ക്ക് മുന്നിൽ ജോഷി കുത്തിയിരിപ്പ് സമരം നടത്തിയത്. 24 തൃശൂർ. നിയമസഭാ വെബ്സൈറ്റിൽ നിന്ന് ചോദ്യം പിൻവലിച്ച CPIM MLA H സലാമിന്റെ നടപടി വിവാദത്തിൽ സഹകരണ വകുപ്പ് പരിശോധനയിൽ ക്രമക്കേട് കണ്ടെത്തിയ സ്ഥാപനങ്ങളും രാഷ്ട്രീയ ബന്ധവും സംബന്ധിച്ച ചോദ്യമാണ് MLAയ്ക്ക് തന്നെ കുരുക്കായത്. സഹകരണ വകുപ്പ് പരിശോധനയിൽ ക്രമക്കേട് കണ്ടെത്തിയ സംഘങ്ങളും സ്ഥാപനങ്ങളും രാഷ്ട്രീയ ബന്ധവും സംബന്ധിച്ചായിരുന്നു H സലാമിന്റെ ചോദ്യം. ഭരണകക്ഷി MLA ചോദ്യം പിൻവലിച്ചത് പാർട്ടിക്ക് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് ആക്ഷേപം. അതേസമയം വയനാട് കടുവാക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ നിയമസഭയെ അറിയിച്ചു. അക്രമകാരികളായ വന്യജീവികളുടെ എണ്ണം വർദ്ധിച്ചെന്നും ഉദ്യോഗസ്ഥർ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നുണ്ടെന്നും മന്ത്രി. വയനാട് ജില്ലയിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ 3 പേരാണ് കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇതിൽ 2 പേർക്കും പൂർണ്ണമായ നഷ്ടപരിഹാരം നടത്തിയിട്ടുണ്ട്. ഹജ്ജ് വിമാനയാത്രാ കൂലി വർധനവിൽ വ്യോമയാന മന്ത്രിക്കും ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രിക്കും കത്ത് നൽകിയെന്ന് മന്ത്രി V അബ്ദുറഹ്മാനും വ്യക്തമാക്കി. കേരളത്തിൽ നിന്നുള്ള 3 എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്നും ഏകീകൃത ചാർജാണ് ഈടാക്കേണ്ടത്. ന്യായരഹിതവും തീർത്ഥാടകർക്ക് സാമ്പത്തികമായി താങ്ങാൻ കഴിയാത്തതുമായ ഈ തീരുമാനം പുനഃപരിശോധിക്കാൻ
അതോടൊപ്പം തന്നെ ഈ ചാർജ് കുറയ്ക്കുവാൻ ആവശ്യമായ പരിഹാര നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര വ്യോമയാന വകുപ്പ് മന്ത്രിക്കും കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രിക്കും ഇതിനോടകം തന്നെ കത്തുകളും ഇമെയിൽ സന്ദേശങ്ങളും അയച്ചിട്ടുണ്ട്. നന്ദി പ്രമേയ ചർച്ചയുടെ രണ്ടാം ദിവസമായ ഇന്നും ഗവർണർക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് സഭയിൽ ഉയർന്നത്. ഗവർണർക്കൊപ്പം നിൽക്കുന്നവർ കേരളത്തിന്റെ ദുരന്തമാണെന്ന മുൻമന്ത്രി AC മൊയ്തീനും ഗവർണറും മുഖ്യമന്ത്രിയും ഒരേ നാണയത്തിന്റെ വശങ്ങളാണെന്ന M. വിൻസെന്റ് MLA പറഞ്ഞു. 24 തിരുവനന്തപുരം. 15 പ്രതികൾക്ക് തൂക്കുകയർ. BJP OBC മോർച്ച സംസ്ഥാന സെക്രട്ടറി രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ 15 പ്രതികൾക്കും വധശിക്ഷ വിധിച്ച് വിചാരണ കോടതി. പ്രതികൾ പോപ്പുലർ ഫ്രണ്ട് SDPI പ്രവർത്തകരാണ്. രാഷ്ട്രീയ കൊലപാതകമെന്ന നിലയിൽ മാത്രം കാണാവുന്നതല്ല പ്രതികളുടെ നിഷ്ഠൂരമായ കൃത്യമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. കൊല്ലപ്പെടേണ്ടവരുടെ പട്ടിക തയ്യാറാക്കി പ്രതികൾ നടത്തിയ ഗൂഢാലോചന ഏറെ ആഴമുള്ളതാണ്. നിരായുധനായ ഒരാളെ 12 പേർ വളഞ്ഞിട്ട് ആക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് കോടതി നിരീക്ഷിച്ചു. വിധിയെ രഞ്ജിത്ത് ശ്രീനിവാസന്റെ കുടുംബം സ്വാഗതം ചെയ്തു. കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ പോപ്പുലർ ഫ്രണ്ട് SDPI പ്രവർത്തകരായ 15 പ്രതികൾക്കും ഒരുമിച്ച് വധശിക്ഷ. അപൂർവങ്ങളിൽ അപൂർവമെന്ന് കോടതി കണ്ടെത്തിയ കുറ്റത്തിന് അത്യപൂർവമായ ശിക്ഷാവിധിയാണ് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയിൽ നിന്നുണ്ടായത്. കൊലപാതകത്തിനു പുറമെ ക്രിമിനൽ ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ, സാക്ഷികളെ ഭീഷണിപ്പെടുത്തൽ, വീട്ടിൽ അതിക്രമിച്ചു കടന്നു കയറൽ തുടങ്ങിയ കുറ്റങ്ങൾക്ക് ജീവപര്യന്തം, കഠിന തടവ്, പിഴ എന്നിവയും വിധിച്ചു. 15 പ്രതികൾക്കും വിവിധ വകുപ്പുകളിലായി പിഴ ശിക്ഷയും കോടതി വിധിച്ചു. പിഴയിൽ 6 ലക്ഷം രൂപ രഞ്ജിത്തിന്റെ കുടുംബത്തിന് നൽകണം. ഓരോ പ്രതികൾക്കും 8-ലധികം വകുപ്പുകൾ പ്രകാരം ജീവപര്യന്തമടക്കമുള്ള തടവ് ശിക്ഷയും വിധിച്ചിട്ടുണ്ട്. ഇത് വളരെ മുൻപ് തന്നെ ലിസ്റ്റുകൾ തയ്യാറാക്കി ഇരയുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് ആ ഇരയെ കൊലപ്പെടുത്താനുള്ള തീയതി പിന്നീട് നിശ്ചയിക്കുന്ന തരത്തിലുള്ള ഒരു കൊലപാതകമായതുകൊണ്ട് തന്നെ ഇത് അത്യപൂർവമായ കൊലപാതകമാണെന്ന് കണ്ടെത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. കൊല്ലപ്പെട്ട രഞ്ജിത്തിന്റെ ഭാര്യ ലിഷ, അമ്മ വിനോദിനി, മക്കൾ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു വിധി പ്രസ്താവം. അന്വേഷണം പഴുതടച്ചതായിരുന്നുവെന്നും വിധിയിൽ സന്തുഷ്ടയാണെന്നും രഞ്ജിത്ത് ശ്രീനിവാസന്റെ ഭാര്യയും അമ്മയും. പരമാവധി ശിക്ഷ കൊടുത്തതിൽ സംതൃപ്തരാണ് ഞങ്ങളുടെ നഷ്ടം വളരെ വലുതാണ്. എങ്കിലും കോടതി വിധിയിൽ ഞങ്ങൾക്ക് ആശ്വാസമുണ്ട്. വധശിക്ഷ തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ അമ്മേ? പ്രതീക്ഷിച്ചിട്ടുണ്ട്. സാധാരണ രാഷ്ട്രീയ കൊലപാതകമാണെന്നതടക്കമുള്ള പ്രതിഭാഗം വാദങ്ങളെല്ലാം കോടതി നിരാകരിച്ചു. മേൽക്കോടതിയെ സമീപിക്കാനാണ് പ്രതിഭാഗത്തിന്റെ നീക്കം. പോപ്പുലർ ഫ്രണ്ട് SDPI പ്രവർത്തകരായ 12 പേരും മുഖ്യ ആസൂത്രകരായ 3 പേരുമാണ് വിചാരണ നേരിട്ടവർ. ആകെയുള്ള SDPI പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായ 15 പ്രതികളിൽ 12 പേരാണ് നേരിട്ട് കുറ്റകൃത്യത്തിൽ പങ്കെടുത്തത്. എന്നാൽ 15 പേർക്കും പങ്കുണ്ടെന്ന് കോടതി കണ്ടെത്തി. 15 പ്രതികളിൽ 10ാം പ്രതി ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. 2021 ഡിസംബർ 19-നാണ് ആലപ്പുഴ വെള്ളക്കിണറുള്ള വീട്ടിൽ അതിക്രമിച്ചു കയറി അമ്മയുടെയും ഭാര്യയുടെയും മകളുടെയും മുന്നിൽ വെച്ച് രഞ്ജിത്ത് ശ്രീനിവാസനെ അതിക്രൂരമായി SDPI പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ വെട്ടിക്കൊലപ്പെടുത്തിയത്. 24 ആലപ്പുഴ. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 21 പേരാണ് സംസ്ഥാനത്തെ വിവിധ ജയിലുകളിലുള്ളത്. ഇവരിൽ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവർ ആരുമില്ല. രഞ്ജിത്ത് ശ്രീനിവാസൻ കേസിലെ വിധിയോടെ വധശിക്ഷ കാത്തുകഴിയുന്നവരുടെ എണ്ണം 36ആയി. രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ വധശിക്ഷ തന്നെ അത്യപൂർവമാണ്. പരമാവധി ജീവപര്യന്തമെന്ന നിലയിലുണ്ടായിരുന്ന വിധിയുടെ ചരിത്രമാണ് രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിലൂടെ തിരുത്തപ്പെടുന്നത്. ഒരാളെ വധിച്ച കേസിൽ ഇത്രയധികം പേർക്ക് വധശിക്ഷയും നീതിന്യായ ചരിത്രത്തിൽ തന്നെ അപൂർവമാണ്. തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ 9 പേരാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ടുള്ളത്. അജിത് കുമാർ, അനിൽകുമാർ എന്ന ജാക്കി അനിൽ, നിനോ മാത്യു, ഗിരീഷ്, അനിൽകുമാർ എന്ന കൊളുത്തനിൽ, അരുൺ ശശി, K. ജിതകുമാർ, സുധീഷ്, ലാബലു ഹസൻ എന്നിവരാണ് ശിക്ഷിക്കപ്പെട്ടവർ. കണ്ണൂർ സെൻട്രൽ ജയിലിൽ വധശിക്ഷ കാത്ത് 4 പേരാണ് ജയിലിലുള്ളത്. രാജേന്ദ്രൻ, നരേന്ദ്രകുമാർ, പരിമൾ സാഹു, വിശ്വാനന്ദൻ എന്നിവരാണ് വധശിക്ഷ കാത്തു കഴിയുന്നത്. വിയ്യൂർ സെൻട്രൽ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 5 പേരുണ്ട്. ജോമോൻ, അമീറുൽ ഇസ്ലാം, രഞ്ജിത്ത്, സുനിൽകുമാർ, അസഫാഖ് ആലം എന്നിവരാണ് അവിടെയുള്ളത്. വിയ്യൂർ അതീവ സുരക്ഷാ ജയിലിൽ വധശിക്ഷ കാത്ത് 3 പേരുണ്ട്. രാജ്കുമാർ, അബ്ദുൽ നാസർ, തോമസ് ചാക്കോ എന്നിവരാണ് വധശിക്ഷ കാത്ത് അതീവ സുരക്ഷാ ജയിലിലുള്ളത്. കേരളം രൂപീകരിച്ച ശേഷം ആദ്യ വധശിക്ഷ 1958-ലായിരുന്നു നടപ്പിലാക്കിയത്. കേരളത്തിൽ നടന്ന അവസാന വധശിക്ഷ 1991-ലായിരുന്നു. റിപ്പർ ചന്ദ്രനെയാണ് അന്ന് തൂക്കിക്കൊന്നത്. ന്യൂസ് ഡെസ്ക് 24. സഭയിൽ ഭരണ പ്രതിപക്ഷ വാക്പോര്.
സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയിലെ അടിയന്തര പ്രമേയ ചർച്ചയിൽ പരസ്പരം കൊമ്പ് കോർത്ത സർക്കാരും പ്രതിപക്ഷവും നികുതി വെട്ടിപ്പുകാരുടെ പറുദീസയായി കേരളം മാറിയെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. സംസ്ഥാനത്തെ ധനപ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര സർക്കാരാണെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ആരോപിച്ചു. ചർച്ചയ്ക്ക് ശേഷം അടിയന്തര പ്രമേയം തള്ളിയതോടെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. സംസ്ഥാനത്തിന് ധനപ്രതിസന്ധി സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്ത് നിന്ന് റോജി എം ജോൺ ആണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. നോട്ടീസ് നൽകിയതിന് പ്രതിപക്ഷത്തിന് നന്ദി പറഞ്ഞ മുഖ്യമന്ത്രി ചർച്ചയാകാമെന്ന് സമ്മതിച്ചു. കേന്ദ്ര സർക്കാരിന്റെ നയം സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമാണെങ്കിലും സംസ്ഥാനമാണ് പ്രശ്നം രൂക്ഷമാക്കിയതെന്ന് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയ റോജി എം ജോൺ 5 വർഷത്തേക്ക് ധനകാര്യ കമ്മീഷൻ അലോക്കേറ്റ് ചെയ്യുന്ന തുക ആദ്യത്തെ 3 വർഷം മേടിച്ചതിന് ശേഷം പറയുകയാണ് 4ാമത്തെ വർഷം നമുക്ക് പൈസ. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പാളിച്ചുണ്ട്, വീഴ്ചയുണ്ട്, ഗുരുതരമായിട്ടുള്ള വീഴ്ചയുണ്ട്. ദിവസീയ പൂളിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന വിഹിതം, ആ വിഹിതം ഗണ്യമായിട്ട് കുറച്ചിട്ടുണ്ട്. ഭരണകക്ഷി എംഎൽഎമാർ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തിയപ്പോൾ സംസ്ഥാന സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയായിരുന്നു പ്രതിപക്ഷാംഗങ്ങളുടെ കടന്നാക്രമണം. കേന്ദ്ര അവഗണനയല്ല, സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടാണ് ധനപ്രതിസന്ധിക്ക് കാരണമെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. കേന്ദ്ര ധനമന്ത്രിക്ക് കഴിഞ്ഞ വർഷം സംസ്ഥാന ധനമന്ത്രി അയച്ച കത്തിൽ പറയുന്നത് 31,000 കോടി രൂപ കിട്ടാനുണ്ടെന്നാണ്. പിന്നെ എങ്ങനെയാണ് 57,000 കോടി കിട്ടാനുണ്ടെന്ന് പറയുന്നതെന്ന് പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം. നിങ്ങൾ വാറ്റിൽ നിന്നും GST മാറിയപ്പോൾ we have been demanding for the last 5 years നിങ്ങൾ GSTയുടെ ടാക്സ് അഡ്മിനിസ്ട്രേഷൻ സ്ട്രക്ചർ നിങ്ങൾ മാറ്റണം. നിങ്ങൾ മാറ്റിയോ? ഇന്ന് കേരളത്തിൽ ഏത് സാധനവും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് നികുതി കൊടുക്കാതെ വിൽക്കാൻ പറ്റുന്ന നികുതി വെട്ടിപ്പുകാരുടെ പറുദീസയാണ് കേരളം. മനസ്സിലായിക്കോ? സംസ്ഥാനം തനത് വരുമാനം വർദ്ധിപ്പിച്ചുവെന്നും പ്രതിസന്ധിക്ക് കാരണം കേന്ദ്രമാണെന്നും ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. കിട്ടേണ്ട പണം വാങ്ങിയെടുക്കാൻ കേന്ദ്രത്തിനെതിരെ ഒന്നിച്ചു നിൽക്കണമെന്ന് ധനമന്ത്രി ആവർത്തിച്ചു. ധനകാര്യ പ്രതിസന്ധിയാണ്, നിന്നു പോകും കേരളം, വണ്ടി ഓടത്തില്ല. അങ്ങനെ ഒരു അവസ്ഥയൊന്നുമല്ല. 2022-23 വർഷം ഡിസംബർ വരെ ട്രഷറിയിൽ നിന്ന് പുറത്തേക്ക് പോയത് 1,21,473 കോടിയാണ് സാർ. എന്നാൽ ഈ വർഷം അത് 1,26,182 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഈ വർഷവുമായിട്ട് വേറെ വലിയ വരുമാനങ്ങളുടെ കാര്യത്തിൽ വലിയ വെട്ടിക്കുറവ് വന്നിട്ടും ചെലവിന്റെ കാര്യത്തിൽ കുറവ് വന്നില്ല സാർ. 2.5 മണിക്കൂർ നീണ്ടുനിന്ന ചർച്ചയ്ക്കൊടുവിൽ അടിയന്തര പ്രമേയം തള്ളിയതോടെ പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി. 24 തിരുവനന്തപുരം. ഷൂവേർ സമരം റിപ്പോർട്ട് ചെയ്ത 24 റിപ്പോർട്ടർ വിനീത വിജിക്കെതിരായ പോലീസ് കേസിൽ നിയമസഭയിൽ സർക്കാരിനെ വിമർശിച്ച് വണ്ടൂർ MLA AP അനിൽകുമാർ സമരം റിപ്പോർട്ട് ചെയ്തതിൽ എന്ത് ഗൂഢാലോചനയാണുള്ളതെന്ന് മനസ്സിലാകുന്നില്ലെന്ന് AP അനിൽകുമാർ പറഞ്ഞു. സർക്കാരിനെ വിമർശിക്കുന്നതിനിടെയായിരുന്നു MLAയുടെ പരാമർശം. നരേന്ദ്രമോദിയെ കുറ്റം പറയുന്നു. കേരളത്തിൽ നിന്ന് എത്ര മാധ്യമ പ്രവർത്തകർക്ക് നേരെയാണ് കേസെടുത്തത്? സർ, ഒരു KSU പ്രവർത്തകർ ഷൂ എറിഞ്ഞു എന്ന കാരണം പറഞ്ഞുകൊണ്ട് ഒരു പത്രപ്രവർത്തകയ്ക്ക് നേരെ നിങ്ങൾ കേസെടുത്തില്ലേ? ഗൂഢാലോചന. ഷൂ എറിയുന്നതിൽ എന്ത് ഗൂഢാലോചനയാണ് സഖാക്കളെ? ഷൂ എറിയുന്നതിൽ എന്ത് ഗൂഢാലോചനയാണ്? എവിടേക്കാണ് കേരളത്തിലെ ഗവൺമെന്റ് പോകുന്നത്? നമുക്കെങ്ങനെ നരേന്ദ്രമോദിയെ കുറിച്ച് പറയാൻ കഴിയും? എത്ര മാധ്യമ പ്രവർത്തകർക്ക് നേരെയാണ് നിങ്ങൾ കേസെടുത്തത്? ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. 16 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. അഖിലേഷ് യാദവിന്റെ ഭാര്യ ഡിംപിൾ യാദവ് മെയിൻപുരിയിൽ മത്സരിക്കും. ബാക്കിയുള്ള സീറ്റുകളിലേക്ക് 3 ദിവസത്തിനകം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. ഇന്ത്യ സഖ്യത്തിലുള്ള SP കോൺഗ്രസുമായുള്ള സീറ്റ് വിഭജന ചർച്ച പൂർത്തിയാക്കുന്നതിന് മുൻപാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. കോൺഗ്രസ് 19 സീറ്റ് ആവശ്യപ്പെട്ടെങ്കിലും 11 സീറ്റ് നൽകാൻ SP തയ്യാറായി. ചണ്ഡീഗഡ് മേയർ തിരഞ്ഞെടുപ്പിൽ BJPക്ക് ജയം. 12-നെതിരെ 16 വോട്ടുകൾക്കാണ് BJPയുടെ മനോജ് കുമാർ സോങ്കർ വിജയിച്ചത്. തിരഞ്ഞെടുപ്പിൽ കൃത്രിമത്വം നടന്നതിനെതിരെ കോടതിയെ സമീപിച്ചിട്ടുണ്ടെന്നും അട്ടിമറിയാണ് നടന്നതെന്നും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാനും വ്യക്തമാക്കി. ചണ്ഡീഗഡ് 35-അംഗ മുനിസിപ്പൽ കോർപ്പറേഷൻ. AAP കോൺഗ്രസ് സഖ്യത്തിന് 20 അംഗങ്ങൾ, BJPക്ക് 15. മേയർ, ഡെപ്യൂട്ടി മേയർ, സീനിയർ ഡെപ്യൂട്ടി മേയർ എന്നീ 3 ഇടങ്ങളിലേക്കായിരുന്നു തെരഞ്ഞെടുപ്പ്. 8 വോട്ടുകൾ അസാധുവായത് BJPക്ക് അനുകൂലമായി. 12-നെതിരെ 16 വോട്ടുകൾക്ക് BJPയുടെ മനോജ് കുമാർ സോങ്കർ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടു. എക്സ് ഒഫീഷ്യോ അംഗമായ കിരൺ ഖേറിന്റെ വോട്ടും BJPക്കായിരുന്നു. AAPയുടെ കുൽദീപ് കുമാറിന് 12 വോട്ടുകൾ ലഭിച്ചു. ചണ്ഡീഗഡിൽ സംഭവിച്ചത് പകൽ വെളിച്ചത്തിലെ ചതിയാണെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ കുറ്റപ്പെടുത്തി. മേയർ തെരഞ്ഞെടുപ്പിൽ BJP ഇത്രയും കളിക്കുമെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ ഏതറ്റം വരെയും പോകും. लोकतंत्र के लिए आज काला दिन है. जिस तरह से इन्होंने गुंडागर्दी करके सरेआम बेईमानी करके, और किस्मत से वो उनकी बेईमानी जो है वो वीडियो में कैप्चर हो गई. वो पूरा देश आज सोशल मीडिया के ऊपर और मीडिया के ऊपर देख रहा है कि किस तरह से इन्होंने वोटों की चोरी की है.
വിഷയത്തിൽ ഇന്ത്യ മുന്നണി കോടതിയെയും സമീപിച്ചു. കൃത്രിമ വിജയമെന്നാണ് ആരോപണം. പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ഹർജി നാളെ പരിഗണിക്കും. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ ബീഹാർ പര്യടനത്തിൽ ജാതി സെൻസസ് ഉയർത്തി രാഹുൽ ഗാന്ധി. രാജ്യത്താകെ എത്ര ഒബിസിക്കാരുണ്ടെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ലഭിക്കുകയില്ല എന്നും ജാതി സെൻസസ് അനിവാര്യമാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. രാജ്യത്ത് ജാതി സർവേ വേണമെന്ന ആവശ്യം ഉന്നയിച്ച നിതീഷ് കുമാർ സഖ്യം വിട്ടപ്പോൾ കുടുങ്ങിയെന്നും രാഹുൽ ഗാന്ധിയുടെ പരിഹാസം. ബീഹാർ പര്യടനത്തിന് ശേഷം നാളെ യാത്ര ബംഗാളിൽ മടങ്ങിയെത്തും. ബീഹാറിലെ ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ അവസാന ദിനമായ ഇന്ന് കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞാണ് രാഹുൽ ഗാന്ധിയുടെ പര്യടനം. ജാതി സെൻസസ് ആയിരുന്നു മുഖ്യ വിഷയം. ദളിതരുടെയും ഒബിസികളുടെയും മറ്റുള്ളവരുടെയും കൃത്യമായ ജനസംഖ്യ നിർണ്ണയിക്കാൻ ജാതി സെൻസസ് അനിവാര്യമാണെന്ന് രാഹുൽ പൂർണിയയിലെ പൊതുസമ്മേളനത്തിൽ പറഞ്ഞു. मैंने नीतीश जी से साफ कह दिया कि देखिए आपको जाति जनगणना बिहार में करनी पड़ेगी, हम आपको छूट नहीं देंगे. और आरजेडी ने हमने ये काम नीतीश जी पर दबाव डाल के किया. ജാതി സെൻസസ് കാരണമാണ് നിതീഷ് കുമാർ സഖ്യം വിട്ടതെന്നും സാമൂഹ്യനീതിക്കായി ബീഹാറിലെ മഹാസഖ്യം പോരാടുമെന്നും രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. നാളെ ബംഗാളിൽ മടങ്ങിയെത്തുന്ന യാത്രയ്ക്ക് വെല്ലുവിളികൾ ഏറെയാണ്. ബംഗാളിലെ മാൾഡയിലെ ഗസ്റ്റ് ഹൌസിൽ അനുമതി നിഷേധിച്ച സാഹചര്യത്തിൽ തൃണമൂലുമായി തുറന്ന പോരിനാണ് കോൺഗ്രസ് ഒരുങ്ങുന്നത്. പ്രതിപക്ഷ ഐക്യ സന്ദേശം നൽകാൻ ബംഗാളിലും രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടില്ല. 24, ഡൽഹി. പി സി ജോർജും കേരള ജനപക്ഷവും BJP-യിലേക്ക് അംഗത്വം സ്വീകരിച്ച് BJP-ക്കൊപ്പം ചേരുമെന്ന് പി സി ജോർജ് തുറന്നു പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാര്യം തീരുമാനിക്കേണ്ടത് BJP-ആണെന്നും പി സി ജോർജ് വ്യക്തമാക്കി. പി സി ജോർജിന്റെ BJP പ്രവേശനത്തെക്കുറിച്ച് ചർച്ചകൾ നടക്കുകയാണെന്ന് കെ സുരേന്ദ്രൻ പ്രതികരിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നിർണായക രാഷ്ട്രീയ നീക്കത്തിനാണ് പി സി ജോർജും കേരള ജനപക്ഷവും തയ്യാറെടുക്കുന്നത്. NDAയുടെ ഘടകകക്ഷിയാകാനുള്ള നീക്കം വിജയിക്കാതെ വന്നതോടെയാണ് അംഗത്വം സ്വീകരിച്ച് BJP-യിൽ ചേരാനുള്ള പുതിയ നീക്കം. തീരുമാനം ഒറ്റക്കെട്ടായി എടുത്തതെന്ന് പി സി ജോർജ്. ജനപക്ഷം എന്ന പാർട്ടി വളരെ വിശദമായി ചർച്ച ചെയ്ത് തീരുമാനമെടുത്തിരുന്നത് BJP-യോടൊപ്പം പോവുക എന്ന് തന്നെയാണ്. BJP-യുടെ പോവുക എന്ന് പറയുമ്പം BJP-യിൽ മെമ്പർഷിപ്പ് എടുത്ത് പാർട്ടിയിൽ ചേരണം എന്ന അഭിപ്രായമാണ് പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ഉണ്ടായത്. BJP കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് പി സി ജോർജിന്റെ നീക്കമെന്നാണ് സൂചന. ദില്ലിയിലെത്തി പി സി ജോർജ് BJP നേതൃത്വത്തെ കണ്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാര്യം BJP തീരുമാനിക്കുമെന്ന് പി സി ജോർജ് പറഞ്ഞു. ഞാൻ അതിനും ചർച്ചയിലേക്ക് പോയിട്ടില്ല. ദൈവം സാക്ഷിയാണ് പറഞ്ഞത്. എന്നെ വിശ്വസിച്ചോളൂ. രാജ്യസഭ എന്തിനാണ് രാജ്യസഭ ഉപയോഗിക്കുന്നതിൻ്റെ ഇലക്ഷനിൽ നിന്ന് വോട്ട് മേടിക്കുന്ന കാര്യം ആലോചിക്കുക, അല്ലാതെ രാജ്യസഭ വോട്ടിൻ്റെ കാര്യം. വോട്ട് മേടിക്കാൻ ഞാൻ ജയിച്ചോളാമല്ലോ, നിൽക്കാൻ എനിക്ക് ധൈര്യമുണ്ട്. ഒരു അല്ല ഇവിടെ വന്നിട്ട് എനിക്കറിയത് ഇന്നലെയാണ് വിളിച്ചു പറഞ്ഞത്. ഇന്ന് വരാൻ പറയും, വന്നു. ഇനി അവർ പറയുന്നതനുസരിച്ച് തീരുമാനം അത്രേ ഉള്ളൂ. പി സി ജോർജിന്റെ BJP പ്രവേശനത്തിൽ ചർച്ചകൾ നടക്കുകയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വ്യക്തമാക്കി. പി സി ജോർജിന്റെ തീരുമാനം അവരുടെ പാർട്ടിക്കാര്യമാണെന്നായിരുന്നു കെ മുരളീധരന്റെ പ്രതികരണം. ക്രൈസ്തവ സഭയുടെ പൂർണ്ണ പിന്തുണയുണ്ടെന്നും പി സി ജോർജ് പറഞ്ഞു വെക്കുന്നു. അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പി സി ജോർജ് BJP-ക്കൊപ്പം ചേർന്നേക്കാം. കോട്ടയത്ത് നിന്ന് ഷിബിൻ ബഷീറിനൊപ്പം ടോബി ജോൺസൺ, 24. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടൻ എന്ന് കെ മുരളീധരൻ MP. ഫെബ്രുവരി 1 സീറ്റ് വിഭജനം പ്രഖ്യാപിക്കും. 4 പ്രാദേശിക ഇലക്ഷൻ കമ്മിറ്റിയും ചേരും. UDF-ൽ അർഹമായ പരിഗണന ലഭിക്കുന്നില്ല എന്ന CMP-യുടെ ആരോപണം പാർട്ടി ചർച്ച ചെയ്യുമെന്നും കെ മുരളീധരൻ MP പറഞ്ഞു. അതേസമയം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ മനസ്സുകൊണ്ട് സജ്ജമെന്ന് ഡോക്ടർ ശശി തരൂർ MP തിരുവനന്തപുരത്ത് നിരവധി പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ടെന്നും അത് പ്രചാരണമായി വേണമെങ്കിൽ കാണാമെന്നും ശശി തരൂർ പ്രതികരിച്ചു. 1-ാം തീയതി മിക്കവാറും സീറ്റ് വിഭജനം പ്രഖ്യാപിക്കും. 4-ാം തീയതി പ്രാദേശിക ഇലക്ഷൻ കമ്മിറ്റിയുണ്ട്. ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോൾ സ്ഥാനാർത്ഥികൾ വന്നിരിക്കും. അത് പാർട്ടി തീരുമാനിക്കണം. ഞാനല്ലാതെ പറയേണ്ടത് നമ്മുടെ പാർട്ടി സംഘടനക്കാരോട് ചോദിക്കൂ. എനിക്കും തോന്നുന്നു പാർട്ടിയുടെ തീരുമാനം വരുമ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ്. ഞാൻ എന്തായാലും എൻ്റെ മനസ്സിൽ തയ്യാറായിട്ടുണ്ട്. പക്ഷേ പ്രഖ്യാപനം വരുന്ന മുമ്പ് നമ്മൾക്കൊന്നും ശരിക്ക് ഒരു പ്ലാൻ ചെയ്യാനും ഇറങ്ങാനും ബുദ്ധിമുട്ടാണ്. ഞാൻ എന്തായാലും ഇവിടുത്തെ MP ആയിട്ട് എന്തായാലും ഞാൻ എപ്പോഴും ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാം ഒരു രീതിയിൽ നിങ്ങൾ പ്രചരണമായി കണ്ടോളൂ. പക്ഷെ പ്രചരണമല്ല ഞാൻ എൻ്റെ ജോലി ചെയ്യണം.
ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇന്ത്യ സഖ്യം ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ CPIM കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ തീരുമാനം. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് BJP വർഗീയ ധ്രുവീകരണം നടത്തുകയാണെന്ന് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ആരോപിച്ചു. BJP ഇതര സർക്കാരുകളെ നേരിടാൻ കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുകയാണെന്നും യെച്ചൂരി കുറ്റപ്പെടുത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കവും ദേശീയ സംസ്ഥാന രാഷ്ട്രീയ വിഷയങ്ങളും ചർച്ച ചെയ്ത് തിരുവനന്തപുരത്ത് ചേർന്ന CPIM കേന്ദ്ര കമ്മിറ്റി യോഗം സമാപിച്ചു. ഇന്ത്യ സഖ്യം ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ യോഗത്തിൽ തീരുമാനമായി. സംസ്ഥാന തലത്തിൽ സഖ്യനീക്കങ്ങൾ സജീവമാക്കുമെന്നും CPIM. For the India bloc, we are saying that the seat adjustment processes, which we all agreed can be done only at the state level, those processes have already started. In many states, they have reached their final positions. So within the next 2 weeks, the seat adjustments among the India partners is likely to be finalized. വോട്ടിംഗ് മെഷീനെക്കുറിച്ച് വ്യാപക ആശങ്കയുണ്ടെന്നും EVM സംവിധാനത്തിന്റെ ക്രമത്തിൽ മാറ്റം വരുത്തണമെന്നും CPIM ആവശ്യപ്പെട്ടു. കേന്ദ്രത്തിനെതിരായ കേരളത്തിന്റെ ദില്ലി പ്രക്ഷോഭത്തിന് കേന്ദ്ര കമ്മിറ്റിയുടെ പൂർണ്ണ പിന്തുണയുണ്ടെന്ന് സീതാറാം യെച്ചൂരി. The CPIM has called upon all its state units to hold protest actions in their states on the manner in which the central government is treating Kerala and the Kerala state government and the manner in which federalism is being assaulted. അയോധ്യ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് മതേതരത്വത്തിന്റെ മരണമണിയായി. BJP ഇതര സർക്കാരുകളെ അട്ടിമറിക്കാൻ ED പോലുള്ള കേന്ദ്ര ഏജൻസികളെയും ദുരുപയോഗിക്കുന്നുവെന്നും സീതാറാം യെച്ചൂരി പറഞ്ഞു. 24 തിരുവനന്തപുരം. കൊല്ലത്ത് ശക്തികുളങ്ങര ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ ആന വിരണ്ടോടി. രാജശേഖരൻ എന്ന ആനയാണ് വിരണ്ടോടിയത്. 1/2 കിലോമീറ്റർ ഓടിയ ആന വീടിന്റെ ചുറ്റുമതിൽ തകർത്തു. പാപ്പാന്മാർ ഏറെ നേരം ശ്രമിച്ചാണ് ആനയെ തളച്ചത്. ജനങ്ങൾ പോലീസ് നടപടിയുടെ ദൃശ്യങ്ങൾ പകർത്തുന്നത് തടയരുതെന്ന് സംസ്ഥാന പോലീസ് മേധാവിയുടെ സർക്കുലർ. ദൃശ്യവും ശബ്ദവും ജനങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ നിയമമുണ്ടെന്നും സർക്കുലറിൽ പറയുന്നു. പൊതുജനങ്ങളോടുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ മോശം പെരുമാറ്റം ഹൈക്കോടതിയുടെ മുന്നിലെത്തി വിമർശനം കേട്ടതിന് പിന്നാലെയാണ് സേനയെ അച്ചടക്കം പഠിപ്പിക്കാനുള്ള പോലീസ് മേധാവിയുടെ പുതിയ സർക്കുലർ. പോലീസ് സ്റ്റേഷനിലും പുറത്തും ചില പോലീസ് ഉദ്യോഗസ്ഥർ അന്തസ്സിന് നിരക്കാത്ത രീതിയിൽ പെരുമാറുന്നുവെന്നും പരാതിക്കാരെ ഉൾപ്പെടെ അധിക്ഷേപിക്കുന്നതായും സർക്കുലറിൽ പറയുന്നു. ഈ സാഹചര്യത്തിൽ പോലീസുകാർ ജനങ്ങളോട് മാന്യമായി പെരുമാറണമെന്ന് DGPയുടെ താക്കീത്. പോലീസുകാരെ അച്ചടക്കം പഠിപ്പിക്കാൻ ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കും. ഇതിനായി യൂണിറ്റ് മേധാവികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൊതുജനങ്ങൾ പോലീസ് പ്രവർത്തനത്തിന്റെയോ നടപടികളുടെയോ ദൃശ്യങ്ങൾ പകർത്തുന്നത് തടയരുതെന്നും സർക്കുലറിൽ പറയുന്നു. പൊതുജനങ്ങൾ വീഡിയോ പകർത്തുന്നതിലും ശബ്ദം റെക്കോർഡ് ചെയ്യുന്നതിലും കേരള പോലീസ് ആക്ടിൽ നിയമമുണ്ടെന്നും DGP ചൂണ്ടിക്കാട്ടി. 24 തിരുവനന്തപുരം. ഇടവേള. സൈഫർ കേസുമായി ബന്ധപ്പെട്ട് മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെയും പാകിസ്ഥാൻ മുൻ വിദേശകാര്യമന്ത്രി ഷാ മഹ്മൂദ് ഖുറൈഷിയെയും 10 വർഷം തടവിന് ശിക്ഷിച്ചു. അധികാരത്തിൽ ഇരിക്കെ രാജ്യത്തിന്റെ ഔദ്യോഗിക രഹസ്യ നിയമം ലംഘിച്ചുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി.
ഔദ്യോഗിക രേഖകൾ പരസ്യമാക്കിയ കേസിലാണ് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെയും മുൻ വിദേശകാര്യമന്ത്രി ഷാ മഹ്മൂദ് ഖുറൈഷിയെയും ശിക്ഷിച്ചത്. പാകിസ്ഥാനിൽ പൊതുതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് പാകിസ്ഥാൻ തെഹ്രികെ ഇൻസാഫ് തലവൻ കൂടിയായ ഇമ്രാനെ തടവു ശിക്ഷയ്ക്ക് വിധിച്ചത്. ഇപ്പോൾ ജയിലിൽ കഴിയുന്ന ഇമ്രാനെതിരെയുള്ള 150ഓളം കേസുകളിലൊന്നാണ് സൈഫർ കേസ്. വാഷിംഗ്ടണിലെ പാക് സ്ഥാനപതിയും ഇസ്ലാമാബാദിലെ വിദേശകാര്യ മന്ത്രാലയവും തമ്മിലുള്ള നയതന്ത്ര രേഖയിലെ വിവരങ്ങൾ 2022 നടന്ന ഒരു പാർട്ടി റാലിയിൽ ഇമ്രാൻഖാൻ വെളിപ്പെടുത്തിയെന്നതാണ് കേസ്. 2022 ഏപ്രിലിലാണ് അവിശ്വാസ പ്രമേയത്തിലൂടെ ഇമ്രാൻഖാൻ പ്രധാനമന്ത്രി സ്ഥാനത്തു നിന്നും പുറത്തായത്. 2023 ഓഗസ്റ്റിലാണ് ഈ കേസിൽ ഇമ്രാനും ഖുറൈഷിയും അറസ്റ്റിലായത്. ജയിലിൽ വെച്ചാണ് വിചാരണ പൂർത്തിയായത്. സ്പെഷ്യൽ കോടതി വിധിക്കെതിരെ ഇമ്രാൻഖാന് അപ്പീൽ പോകാനാകും. ഇന്റർനാഷണൽ ഡെസ്ക് 24. ബലൂചിസ്ഥാനിൽ വീണ്ടും വിഘടനവാദികളുടെ ആക്രമണം. വിവിധ പ്രദേശങ്ങളിലുണ്ടായ ബലൂച്ച് ലിബറേഷൻ ആർമി ആക്രമണത്തിൽ 10 പേർ കൊല്ലപ്പെട്ടു. വിഘടനവാദം ശക്തമായ ബലൂചിസ്ഥാനിൽ ആക്രമണങ്ങൾ തുടർക്കഥയാണ്. സൈനിക കേന്ദ്രങ്ങൾക്കു നേരെ കഴിഞ്ഞ 24 മണിക്കൂറിനിടെയുണ്ടായ ആക്രമണങ്ങളിൽ 4 സുരക്ഷാ ഉദ്യോഗസ്ഥരും മറ്റ് 6 പേരും കൊല്ലപ്പെട്ടു. പാക് ബലൂചിസ്ഥാൻ പ്രവിശ്യയുടെ തലസ്ഥാനമായ ഖൊട്ടയിൽ നിന്ന് ഏതാനും കിലോമീറ്റർ അകലെയുള്ള മാച്ച് ജില്ലയിലാണ് ആക്രമണമുണ്ടായതെന്ന് പ്രവിശ്യ ഇൻഫർമേഷൻ മന്ത്രി ജാൻ അജക്സായി അറിയിച്ചു. ഇറാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിലുള്ള പാക് ബലൂച്ചിലെ നിരോധിത സായുധ സംഘമാണ് BLA. കഴിഞ്ഞ 2 പതിറ്റാണ്ടിലേറെയായി ബലൂച്ച് ദേശീയവാദികളുടെ നേതൃത്വത്തിൽ ആഭ്യന്തര കലാപം നിലനിൽക്കുന്ന പ്രദേശങ്ങളാണ് പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയും സിസ്റ്റാൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയും. പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി നിരവധി വിമോചന സംഘടനകളും ഇവിടെ രൂപം കൊണ്ടിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് 24. കടൽ കൊള്ളക്കാരെ വീണ്ടും തുരത്തി ഇന്ത്യൻ നാവികസേന. കൊച്ചിയിൽ നിന്ന് 800 നോട്ടിക്കൽ മൈൽ അകലെ കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയ മത്സ്യബന്ധന കപ്പൽ മോചിപ്പിച്ചു. കപ്പലിലുണ്ടായിരുന്ന 19 ജീവനക്കാരെയും രക്ഷപ്പെടുത്തി. INS സുമിത്രയാണ് ഇത്തവണയും ദൗത്യത്തിന്റെ ഭാഗമായത്. സൊമാലിയൻ കടൽക്കൊള്ളക്കാർ റാഞ്ചിയ അൽനിമിയ എന്ന മത്സ്യബന്ധന കപ്പലാണ് നാവികസേന മോചിപ്പിച്ചത്. കടൽക്കൊള്ളക്കാരെ കീഴ്പ്പെടുത്തിയ ദൗത്യസംഘം കപ്പലിലെ പാക് സ്വദേശികളായ 19 ജീവനക്കാരെയും രക്ഷപ്പെടുത്തി. സായുധരായ 11 കടൽക്കൊള്ളക്കാരാണ് കപ്പൽ തട്ടിയെടുത്തത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിലെ നാവികസേനയുടെ 2ാമത്തെ ദൗത്യമാണിത്. ഇത്തവണയും INS സുമിത്രയാണ് ദൗത്യത്തിന്റെ ഭാഗമായത്. ഇന്നലെ കടൽക്കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയ ഇറാനിയൻ മത്സ്യബന്ധന കപ്പലാണ് നാവികസേന മോചിപ്പിച്ചത്. INS സുമിത്രയിലെ ധ്രുവ് ഹെലികോപ്റ്റർ ഉപയോഗിച്ച് കപ്പൽ വളഞ്ഞായിരുന്നു ദൗത്യത്തിന്റെ തുടക്കം. സൊമാലിയുടെ കിഴക്കൻ തീരത്ത് പട്രോളിംഗിനിടെയാണ് നാവികസേനയുടെ രക്ഷാദൗത്യം. 24 ഡൽഹി. പുറമ്പോക്ക് കയ്യേറി നിർമ്മിച്ച ഇടുക്കി ശാന്തൻപാറ CPIM പാർട്ടി ഓഫീസിന്റെ സംരക്ഷണ ഭിത്തി പൊളിച്ചു നീക്കി. ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി പ്രവർത്തകർ തന്നെയാണ് മതിൽ പൊളിച്ചത്. അരനൂറ്റാണ്ട് കാലമായി ഞങ്ങളുടെ ഇരിക്കുന്ന പാർട്ടി ഓഫീസ് പുതിയതായി ഒരു നിർമ്മിതി എന്ന് കൊണ്ടുവരുന്നത് അത് രാഷ്ട്രീയ ആക്രമണമാണ്. അതിന് നിയമപരമായ നിലപാട് സ്വീകരിച്ചു. ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി പോപ്പറച്ചാണ് നിങ്ങൾ അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു. അപേക്ഷ കൊടുത്തു. കോടതിയുടെ സംബന്ധിച്ച് നിൽക്കുന്നൊരു കേസായതുകൊണ്ട് കോടതിയിൽ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പറയട്ടെ. ശാന്തൻപാറ പാർട്ടി ഓഫീസ് നിർമ്മാണത്തിൽ കയ്യേറ്റമില്ലെന്നായിരുന്നു CPIM ജില്ലാ സെക്രട്ടറിയുടെ വാദം. എന്നാൽ റോഡ് കയ്യേറി മതിൽ നിർമ്മിച്ചെന്ന കലക്ടറുടെ റിപ്പോർട്ടിന് പിന്നാലെ മതിൽ അപ്രതീക്ഷിതമായി. വിവാദങ്ങൾ ഒഴിവാക്കാൻ പാർട്ടി തന്നെയാണ് മതിൽ പൊളിച്ചത്. താലൂക്ക് സർവേയർ നേരിട്ടെത്തി അടയാളപ്പെടുത്തി പൊളിക്കേണ്ട ഭാഗം അടയാളപ്പെടുത്തി നൽകി. കയ്യേറ്റം, ഭൂപതിവ് നിയമലംഘനം എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് പാർട്ടി ഓഫീസ് നിർമ്മാണത്തിന് കലക്ടർ NOC നിഷേധിച്ചത്. മതിൽ പൊളിച്ചതോടെ NOCക്കായി വീണ്ടും കോടതിയെ സമീപിക്കാനാണ് CPIM നീക്കം. 24 ഇടുക്കി. ചില വാർത്തകൾ ചുരുക്കത്തിൽ. മഹാത്മാഗാന്ധിയുടെ സ്മരണയിൽ രാജ്യം. മഹാത്മാഗാന്ധിയുടെ 76ാം രക്തസാക്ഷിത്വ ദിനത്തിൽ രാജ്യമെങ്ങും അനുസ്മരണ പരിപാടികൾ. സർവകക്ഷി യോഗത്തിലെ തീരുമാനത്തിന് പിന്നാലെ പ്രതിപക്ഷ MPമാരുടെ സസ്പെൻഷൻ പിൻവലിച്ചു. അച്ചടക്ക നടപടി പിൻവലിച്ചത് 11 രാജ്യസഭാ MPമാരുടെ നീക്കം ബജറ്റ് സമ്മേളനം നടക്കാനിരിക്കെ. തമിഴ്നാട്ടിൽ ഗർഭിണിയെ ബസ്സിൽ നിന്ന് തള്ളിയിട്ട് കൊന്നു. ഡിണ്ടിഗൽ നത്തം സ്വദേശി വളർമതിയാണ് മരിച്ചത്. ഭർത്താവ് പാണ്ഡ്യനെ പോലീസ് അറസ്റ്റ് ചെയ്തു. നിയമസഭയിൽ വിവാദ പ്രസ്താവനയുമായി കുറുക്കോളി മൊയ്തീൻ MLA. മുഖ്യമന്ത്രിയും മന്ത്രിമാരും നവകേരള യാത്രയുമായി ഇറങ്ങിയപ്പോൾ തെരുവുനായ ശല്യം കുറഞ്ഞുവെന്നാണ് പരാമർശം.
അണ്ടർ-19 ക്രിക്കറ്റ് ലോകകപ്പിൽ വിജയക്കുതിപ്പ് തുടർന്ന് ഇന്ത്യ സൂപ്പർ 6 പോരാട്ടത്തിൽ ശക്തരായ ന്യൂസിലൻഡിനെതിരെ 214 റൺസിന്റെ തകർപ്പൻ ജയമാണ് ഇന്ത്യൻ കൗമാരപ്പട സ്വന്തമാക്കിയത്. മഹാത്മാഗാന്ധി മെമ്മോറിയൽ നാഷണൽ സെന്റർ ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിന്റെ ആഭിമുഖ്യത്തിൽ ഗാന്ധി സ്മൃതി സംഘടിപ്പിച്ചു. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ നടന്ന സമ്മേളനം ചലച്ചിത്ര സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. VK മോഹനൻ, കരമന ജയൻ, വിദ്യ എസ് നായർ, P ദിനകരൻ പിള്ള, പന്തളം സുധാകരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഗാന്ധി അനുസ്മരണത്തിനു ശേഷം വിവിധ മേഖലയിലെ പ്രതിഭകൾക്ക് പുരസ്കാരം നൽകി ആദരിച്ചു. പ്രമുഖ നേത്ര ചികിത്സാ ശൃംഖലയായ മാക്സിവിഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ ഡോക്ടർ റാണി മേനോൻ ഐ ഹോസ്പിറ്റലുമായി ചേർന്ന് കേരളത്തിൽ ചുവടുറപ്പിക്കുന്നു. തൃശൂർ, ഗുരുവായൂർ, വടക്കാഞ്ചേരി എന്നിവിടങ്ങളിലായിരിക്കും ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ പ്രവർത്തിക്കുക. തൃശൂർ ജില്ലയിലെ കൂടുതൽ ഇടങ്ങളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കും. നേത്ര പരിചരണ മേഖലയിലെ നൂതനമായ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ മെച്ചപ്പെട്ട ചികിത്സയൊരുക്കുകയാണ് ലക്ഷ്യമെന്ന് ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ റാണി മേനോൻ പറഞ്ഞു. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് വെച്ച് നമ്മളുടെ ഈ ടെക്നോളജി, നമ്മളുടെ നോ ഹൗ, നമ്മളുടെ എക്സ്പെർട്ടീസ് എല്ലാം നമുക്ക് ഈ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും എത്തിക്കാനാണ് നമ്മളുടെ ഉദ്ദേശം. നമ്മൾ ഏറ്റവും അധികം സ്ട്രെസ് കൊടുത്തിരിക്കുന്നത് ഏറ്റവും നല്ല ഡോക്ടേഴ്സിന് വേണ്ടി, അതും എക്സ്പീരിയൻസ്ഡ് ഡോക്ടേഴ്സ്, ഫ്രഷേഴ്സ് അല്ല. 15 മിനിമം 10 മുതൽ 15 വരെ കൊല്ലം എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടേഴ്സാണ് നമ്മുടെ കൂടെ ഉള്ളത്. അതും ടെക്നോളജിയുടെ ഒരു അഡ്വാൻറ്റേജും കൂടിയാവുമ്പോൾ ആ കോമ്പിനേഷൻ ഇസ് ഗ്രേറ്റ്. കേരളത്തിലെ നേത്രപരിചരണ മേഖലയിൽ വലിയ മാറ്റം സൃഷ്ടിക്കുകയാണ് ലക്ഷ്യമെന്ന് മാക്സിവിഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ ഗ്രൂപ്പ് CEO സുധീർ VS പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഉള്ള ലേറ്റസ്റ്റ് ടെക്നോളജി, ഇപ്പം കണ്ണാടി ഒഴിവാക്കാനുള്ള ഒരു ടെക്നോളജി കോണ്ടൂര എന്നുള്ളതാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഇപ്പോൾ ഇവിടെ ലോഞ്ച് ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ ഈ ഹോസ്പിറ്റലിൽ. ഇനി അടുത്ത മാഡത്തിൻ്റെ ഹോസ്പിറ്റൽസും കുന്നംകുളം അവിടെയൊക്കെ പല പല ടെക്നോളജി. മെയിനായിട്ട് ടെക്നോളജീൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നല്ല ക്വാളിറ്റി സർജറി ചെയ്യാൻ പറ്റുന്ന ടെക്നോളജീസാണ് ഇപ്പം ഏറ്റവും കൂടുതൽ ഉള്ളത്. അതിൽ ഏതൊക്കെ ബെസ്റ്റ് ആയിട്ടുണ്ടോ, കാറ്ററാക്റ്റിനോ ഗ്ലോക്കോമോ റെറ്റിനോ, അതൊക്കെ ഞങ്ങൾ ഇവിടെ ഇമ്പോർട്ട് ചെയ്യും. അത്യാധുനിക സൗകര്യങ്ങളോടെ നവീകരിച്ച ഹോസ്പിറ്റലിന്റെ ഉദ്ഘാടനം വിപുലമായ ആഘോഷങ്ങളോടെ നടന്നു. ഇതോടെ പ്രൈം ടൈം ന്യൂസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.